Good morning all. Welcome back to Human Resource Management. ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന ഭാഗമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിലൂടെ നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് എന്ന സെക്കൻഡ് ചാപ്റ്ററിലെ ജോബ് സ്പെസിഫിക്കേഷൻ ജോബ് ഡിസ്ക്രിപ്ഷനിലും നമ്മൾ ജോബ് ഡിസ്ക്രിപ്ഷൻ കഴിഞ്ഞ ക്ലാസ്സിലൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്ത് കഴിഞ്ഞു. അപ്പം അതിൽ എല്ലാവർക്കും കാര്യങ്ങൾ ജോബ് ഡിസ്ക്രിപ്ഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് ചർച്ച ചെയ്യാനുള്ള ഭാഗം എന്താണെന്ന് വെച്ചാൽ ജോബ് സ്പെസിഫിക്കേഷൻ എന്നുള്ള ഭാഗമാണ്. അപ്പം ജോബ് ഡിസ്ക്രിപ്ഷനും ജോബ് സ്പെസിഫിക്കേഷനും എന്താ എന്നുള്ള കാര്യം ഞാൻ മുന്നേ ഒരു ഇൻട്രൊഡക്ഷനായിട്ട് ഞാൻ പറഞ്ഞിരുന്നു. എന്താണ് സ്പെസിഫിക്കേഷൻ, എന്താണ് ഡിസ്ക്രിപ്ഷൻ എന്നുള്ളത്. അതിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞു. ഇനി നമുക്ക് സ്പെസിഫിക്കേഷൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. എന്താണ് ജോബ് സ്പെസിഫിക്കേഷൻ? അപ്പോൾ അതിൻ്റെ ഒരു മീനിങ് നമുക്ക് നോക്കാം. മീനിങ്ങിൽ ജോബ് സ്പെസിഫിക്കേഷൻ ഈസ് ദി പ്രോഡക്റ്റ് ഓഫ് ജോബ് അനാലിസിസ്. നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുള്ള ജോബ് അനാലിസിസിൻ്റെ ഒരു പ്രോഡക്റ്റാണ് എന്ത്, ജോബ് സ്പെസിഫിക്കേഷൻ. അതുപോലെ തന്നെ മറ്റൊരു പ്രൊഡക്റ്റ് ആയിരുന്നു എന്ത്, ജോബ് ഡിസ്ക്രിപ്ഷൻ. ഇത് രണ്ടും എന്താണ്, നമ്മൾ ആ ഒരു ജോബിനെ കുറിച്ച് സ്റ്റഡി നടത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു വിവരണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രൊഡക്റ്റായിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് എന്ത്, ഈ ജോബ് അനാലിസിസ് എന്നുള്ളത്. അപ്പം അതെന്താ വെച്ചാൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ എന്താണ്, ആ ഓവറോൾ ആ ജോലിയെക്കുറിച്ചുള്ള ജോലിയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന ആളുകളുടെ എംപ്ലോയ്മെൻറ്റ്സിൻ്റെ അവരുടെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ആ മൊത്തമായിട്ട് ആ ജോലിയുടെ ഒരു സ്വഭാവത്തെക്കുറിച്ചുള്ള ഒരു സംഭവമായിരുന്നു നമ്മൾ പറഞ്ഞ ജോബ് ഡിസ്ക്രിപ്ഷൻ. എന്നാൽ ഈ ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഷോസ് മാക്സിമം ആക്സെപ്റ്റബിൾ ക്വാളിറ്റീസ് നെസസറി ടു പെർഫോം എ ജോബ്. ആ ഒരു ജോലി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഏറ്റവും മാക്സിമത്തിലുള്ള ക്വാളിഫിക്കേഷൻസ് എന്തെല്ലാമാണോ അതെല്ലാമാണ് എന്ത് ശരിക്കും ഈ ഒരു ജോബ് സ്പെസിഫിക്കേഷനിലൂടെ കാണിക്കുന്നത്. A written record of physical, mental, social, psychological and behavioral characteristics of the person to perform the job effectively. ഇപ്പോൾ എന്താ വെച്ചാൽ ഒരു ജോലി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു വ്യക്തിയുടെ മെൻ്റലി, ഫിസിക്കലി, ദെൻ സോഷ്യലി, ദെൻ സൈക്കോളജിക്കലി അവന് വേണ്ട ക്വാളിഫിക്കേഷൻസ് എന്തെല്ലാമാണോ അവയെല്ലാം എന്ത് ചെയ്തു ഒരു റിട്ടൺ റെക്കോർഡായിട്ട് എഴുതി തയ്യാറാക്കുന്ന സംഭവമാണ് ശരിക്കും എന്ത്, ജോബ് സ്പെസിഫിക്കേഷൻസ്. ഇപ്പോൾ നമ്മളിവിടെ പറയുന്നുണ്ട് ഫിസിക്കലി ഫിറ്റായിരിക്കണം. ഇപ്പോൾ ചില ജോലിയിലേക്കൊക്കെ ചിലപ്പം ആളുകളുടെ ബോഡി സൈസ് കാര്യങ്ങൾ അതുപോലെ തന്നെ ചെസ്റ്റിൻ്റെ സൈസൊക്കെ ചിലപ്പം മസ്റ്റാവും. കാരണം എന്താ വെച്ചാൽ അത് ചിലപ്പോൾ ഒരു ഫിസിക്കലി ഫിറ്റായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ചിലപ്പോൾ അത് പറ്റുള്ളൂ. അതുപോലെ തന്നെ ഈ മെൻ്റൽ ലെവൽ എന്ന് പറയുമ്പോൾ ഒരാൾക്ക് ഒരുപാട് കപ്പാസിറ്റികൾ ഉണ്ടാവും. ഇപ്പോൾ എന്താണ് ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി, ഇതൊക്കെ എന്താണ് അയാളുടെ ആസ്പെക്ട്സിൽ വരുന്ന സംഭവങ്ങളാണ്. ഡിസിഷൻ മേക്കിംഗ്, അതുപോലെ തന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റി. അപ്പോൾ എന്താണ് ഇതുപോലെ തന്നെ ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ സോഷ്യൽ ക്വാളിറ്റീസ് എന്ന് പറഞ്ഞാൽ ഒരാളുമായിട്ട് ഇടപഴകുന്ന രീതിയിലുള്ള ഒരാളുടെ കഴിവ്, മറ്റുള്ളവരോടായിട്ടുള്ള അവരുടെ പെരുമാറ്റത്തിൻ്റെ ആ ഒരു സംഭവം, അതൊക്കെയാണ് എന്ത് ചെയ്യുക ഒരു സോഷ്യൽ ലെവലിൽ നമുക്ക് വരാനുണ്ടാവുക. അതുപോലെ തന്നെ സൈക്കോളജിക്കലും. അപ്പോൾ ഇത്രയും ക്വാളിഫിക്കേഷൻസ് അല്ലെങ്കിൽ ഇത്രയും ക്വാളിറ്റീസ് എന്ത് ചെയ്യുക, ലിസ്റ്റ് ഔട്ട് ചെയ്യുക, അല്ലെങ്കിൽ റിട്ടൺ റെക്കോർഡായിട്ട് കീപ്പ് ചെയ്യുന്ന സംഭവമാണ് ശരിക്കും എന്ത്, ജോബ് സ്പെസിഫിക്കേഷൻസ്. ഓക്കെ, അപ്പോൾ അതാണ് ജോബ് സ്പെസിഫിക്കേഷൻസ്. ഇനി നമുക്ക് ഈ ഒരു ജോബ് സ്പെസിഫിക്കേഷൻസിൻ്റെ ഒരു ഡെഫിനിഷൻ നോക്കാം. എഡ്വിൻ ബി ഫ്ലിപ്പോ ഡിഫൈൻ എ ജോബ് ഡിസ്ക്രിപ്ഷൻ ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് മിനിമം ആക്സെപ്റ്റബിൾ ഹ്യൂമൻ ക്വാളിറ്റീസ് ടു പെർഫോം ജോബ് പ്രോപ്പർലി. ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. എന്താണ് അവിടെ കാണിക്കുന്നത് സ്റ്റേറ്റ്മെൻറ്റ്? മിനിമം ആക്സെപ്റ്റബിൾ ഹ്യൂമൻ ക്വാളിറ്റീസ്, ഒരു മനുഷ്യനാവശ്യമായിട്ടുള്ള മിനിമം ക്വാളിറ്റീസ് ആ ഒരു ജോബ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മിനിമം ക്വാളിറ്റീസ് എന്തെല്ലാമാണോ അത് കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് സിമ്പിളായിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. ഇനി നമ്മൾ ജോബ് ഡിസ്ക്രിപ്ഷനിൽ ഒരുപാട് കണ്ടൻസുകൾ ഉണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് ജോബ് സ്പെസിഫിക്കേഷൻസിലും എന്തുണ്ട്, ഒരുപാട് കണ്ടൻസ് ഉണ്ട്. അപ്പോൾ എന്താണ് ജോബ് സ്പെസിഫിക്കേഷൻസിൻ്റെ കണ്ടൻസ് ഓഫ് ജോബ് സ്പെസിഫിക്കേഷൻ? ഫസ്റ്റ് വണ്ണായിട്ട് ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഇപ്പോൾ ഞാൻ നേരത്തെ മുന്നേ നമ്മൾ ആ ഒരു ജോബ് സ്പെസിഫിക്കേഷൻസിൻ്റെ മീനിങ്ങിൽ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അതിൽ പറഞ്ഞു ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നല്ലേ. അപ്പോൾ ഇവിടെ അതേ സംഭവം തന്നെ പറയുന്നത് എന്തൊക്കെയാണ് ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്? ഹൈറ്റ്, വെയ്റ്റ്, സൈറ്റ് ഹെൽത്ത് എക്സെട്ര ഓഫ് ദി പേഴ്സൺ റിക്വയർഡ് ടു പെർഫോം ദി ജോബ്. നമ്മളാ ഒരു ജോബ് സ്പെസിഫിക്കേഷൻസ് നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് അതിൽ ശരിക്കും എന്തുണ്ടാവണം, ഒരാളുടെ എന്ത് ചെയ്യണം, ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കണം. ഇപ്പോൾ നമുക്കെന്താണ് ഒരു ജോബ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒരാൾക്ക് വേണം എന്നുള്ള കാര്യം നമ്മൾ കറക്റ്റായിട്ട് അതിൽ
രേഖപ്പെടുത്തിയിരിക്കണം. അപ്പോൾ എന്താണ്, അത് കാണുമ്പോൾ അത്രയും ക്വാളിഫിക്കേഷൻസ് ഉള്ള അല്ലെങ്കിൽ അത്രയും ഫിസിക്കലി ഫിറ്റായ ഒരാൾക്ക് ഈസി ആയിട്ട് ആ ജോബിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അതാണ് അതിൽ ഫസ്റ്റ് പറയുന്നത് ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. സെക്കൻഡ് വൺ സൈക്കോളജിക്കൽ ഫീച്ചേഴ്സ്. സൈക്കോളജിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞിരുന്നു. എന്താണ് ഇവിടെ പറയുന്നത് വെച്ചാൽ അയാളുടെ ഒരാൾക്കുള്ള കഴിവുകൾ എന്ത് കഴിവുകളാണ്? ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി. ഇപ്പോൾ തീരുമാനം എടുക്കാനുള്ള കഴിവാണ്. അപ്പോൾ എല്ലാവർക്കും എന്താ ചെയ്യാനില്ല, ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി ഒന്നും ചിലപ്പോൾ ഉണ്ടാവില്ല. കാരണം വെച്ചാൽ പെട്ടെന്ന് ഏതൊരു സിറ്റുവേഷനെയും ഏതൊരു സാഹചര്യത്തെയും അതിന് ആ സാഹചര്യത്തിൽ ഏത് പ്രശ്നം വന്നാലും അല്ലെങ്കിൽ പ്രതികൂല സാഹചര്യത്തിലും എന്ത് ചെയ്യുക, പിടിച്ചു നിന്നുകൊണ്ട് അതിന് നല്ല ഒരു പക്വമായ ഒരു തീരുമാനം എടുത്തുകൊണ്ട് ആ ഒരു പ്രോബ്ലത്തിന് നല്ലൊരു സൊല്യൂഷൻ കണ്ടെത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവ് ചിലപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാവണമെന്നില്ല. അപ്പം ചിലർക്ക് എന്ത് ചെയ്യാം, ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി ചിലപ്പോൾ കുറച്ച് കൂടുതലുണ്ടാവും. പെട്ടെന്ന് ഏത് കാര്യത്തെയും ഏത് സിറ്റുവേഷനെയും നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി. അതുപോലെ തന്നെ മെൻ്റൽ എബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ. അതുപോലെ തന്നെ അനലിറ്റിക്കൽ എബിലിറ്റി എക്സെട്ര ഓഫ് ദി പേഴ്സണൽ. ഇപ്പം എന്താണ്, ഇത്രയും ഒരാളുടെ ഒരു മെൻ്റലായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് എന്താണ് ബുദ്ധിപരമായിട്ട് ഒരാൾക്ക് ഒരു കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള എന്തെല്ലാം ക്വാളിഫിക്കേഷൻസ് ഒരാൾക്കുണ്ടോ അല്ലെങ്കിൽ എന്തെല്ലാം ക്വാളിഫിക്കേഷൻസ് ആ ഒരു ജോബ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുണ്ടോ അതും കറക്റ്റായിട്ട് എന്തിൽ ഉൾപ്പെടുത്തിയിരിക്കണം, ഒരു ജോബ് സ്പെസിഫിക്കേഷൻസിൽ ഉൾപ്പെടുത്തിയിരിക്കണം. ദെൻ തേർഡ് വൺ പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ്. പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ എന്താണ് സ്വഭാവ സവിശേഷതകൾ. ഇപ്പോൾ വ്യക്തിയുടെ എന്താണ് ഫസ്റ്റ് തന്നെ ഉള്ളത് പറയുന്നത് ബിഹേവിയർ, അയാളുടെ പെരുമാറ്റം, ഒരാൾ മറ്റുള്ളവരുമായിട്ട് എങ്ങനെ പെരുമാറുന്നു. ഇപ്പം ചിലപ്പം എന്താണ് മാർക്കറ്റിംഗ് എന്നുള്ള ജോബിലേക്കാണ് മാർക്കറ്റിംഗ് ജോബ് സ്പെസിഫിക്കേഷൻസ് ആണ് നമ്മൾ കാണുന്നതെങ്കിൽ അതിലെന്താണ് ശരിക്കും നല്ലോണം എല്ലാവരായിട്ടും മിങ്കിൾ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാവില്ല. ഇതിൽ ഈ ഒരു മാർക്കറ്റിങ്ങിൽ എന്താണ് മറ്റുള്ളവരായിട്ട് നല്ലോണം സംസാരിക്കേണ്ടി വരും. അപ്പം ആ ഒരു ക്വാളിഫിക്കേഷൻസ് ഒക്കെ വളരെ നല്ല രീതിയിൽ ആ ഒരു മാർക്കറ്റിംഗ് ജോബ് സ്പെസിഫിക്കേഷൻസിൽ ശരിക്കും ഉൾപ്പെടുത്തിയിരിക്കണം. അപ്പോൾ എന്താണ് കമ്മ്യൂണിക്കേഷൻ്റെ കപ്പാസിറ്റി വളരെ കൂടുതൽ ആവശ്യം ഉണ്ടാവും ഈ ഒരു മാർക്കറ്റിംഗ് എന്ന ജോബിൽ. അതുപോലെ തന്നെ എന്താണ് നല്ല രീതിയിലുള്ള ലാംഗ്വേജ് അത്യാവശ്യമാവും. അപ്പം ഈ കാര്യങ്ങളൊക്കെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വേണ്ട ക്വാളിറ്റീസാണത്. അപ്പോൾ അതിലാണ് പറയുന്നത് ഒന്ന് ബിഹേവിയർ, ദെൻ ആറ്റിറ്റ്യൂഡ്, ദെൻ ലീഡർഷിപ്പ് ക്വാളിറ്റി എക്സെട്ര ഓഫ് ദി പേഴ്സണൽ. ഒരു വ്യക്തിക്ക് ആവശ്യമായിട്ടുള്ള അയാളുടെ ബിഹേവിയർ, അതേപോലെ തന്നെ അയാളുടെ ആറ്റിറ്റ്യൂഡ്, ദെൻ ഒരാളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി. അപ്പം ഇത്രയും ആ ഒരു ജോബ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വാളിറ്റീസ് അതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കണം. ദെൻ അറ്റ് ലാസ്റ്റ് വൺ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമുക്ക് ഇത്ര കഴിവുകളൊക്കെ ഉണ്ടായിട്ടും നമുക്ക് എന്ത് ചെയ്യണം, ചിലപ്പോൾ നമ്മുടെ ആ ഒരു ജോബിലൊക്കെ ആവശ്യം ചിലപ്പോൾ എന്താണ് അത്യാവശ്യമായിട്ട് നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് മസ്റ്റാണ്. ഇവിടെ നോക്കുന്നുണ്ട് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ്, എക്സ്പീരിയൻസ്, ട്രെയിനിങ് എക്സെട്ര ഓഫ് ദി പേഴ്സണൽ. ഒരു വ്യക്തിയുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ അയാൾക്കുള്ള എന്താണ് എക്സ്പീരിയൻസസ് അല്ലെങ്കിൽ അയാൾക്ക് ലഭിച്ചിട്ടുള്ള ട്രെയിനിങ്സ് എന്നീ കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ എന്തെങ്കിലും ഉൾപ്പെടുത്തിയിരിക്കണം ഒരു ജോബ് സ്പെസിഫിക്കേഷൻസിൽ. ആ ജോബ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് ആയിട്ട് നമ്മൾ പറഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എന്തുള്ളത് ജോബ് സ്പെസിഫിക്കേഷൻസിൻ്റെ കേസിലും നമുക്ക് പഠിക്കാനുള്ളത്. ജോബ് സ്പെസിഫിക്കേഷൻ എന്താണെന്നും അതുപോലെ തന്നെ അതിൻ്റെ ജോബ് സ്പെസിഫിക്കേഷൻസിൻ്റെ കണ്ടൻറ്റ് എന്താണെന്നുള്ള കാര്യമാണ് നമ്മളിപ്പോൾ ഇവിടെ ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ഇപ്പം നമ്മൾ ജോബ് സ്പെസിഫിക്കേഷനും ജോബ് ഡിസ്ക്രിപ്ഷനും നമ്മളിങ്ങനെ രണ്ട് കാര്യങ്ങളായിട്ട് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പം ഇവ തമ്മിൽ എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഉണ്ടാവണം, കാരണം എന്തെങ്കിലും വ്യത്യാസം ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ രണ്ടിനും ഒരു പേര് തന്നെ പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ എന്താണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ ജോബ് സ്പെസിഫിക്കേഷൻസ് ആൻഡ് ജോബ് ഡിസ്ക്രിപ്ഷൻ. ഡിഫറൻസിൽ ഫസ്റ്റ് പോയിന്റ് നോക്കുക. ജോബ് സ്പെസിഫിക്കേഷൻസിൽ ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്വാളിറ്റീസ് പോസസ്ഡ് ബൈ എ പേഴ്സൺ ഹു പെർഫോം ടു ജോബ് സ്പെസിഫിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വ്യക്തിക്ക് ഒരു ജോലി പെർഫോം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് എന്തെല്ലാം ഉണ്ടോ അത് അടങ്ങിയിട്ടുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരിക്കും ജോബ് സ്പെസിഫിക്കേഷൻസ്. എന്നാൽ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ എ സമ്മറി ഓഫ് ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് അതർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ജോബ്. ഒരു ജോലിയുടെ സ്വഭാവ ഗുണങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ റെസ്പോൺസിബിലിറ്റീസും അതുപോലെ തന്നെ അതിൽ എന്തെല്ലാം ഡ്യൂട്ടീസ് അടങ്ങിയിരിക്കുന്നു അതിനെ വിവരിക്കുന്ന ആ ഒരു സമ്മറി അല്ലെങ്കിൽ അതിൻ്റെ ഒരു സംഗ്രഹമാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ. അപ്പം ജോബ് റെസ്പോൺസിബിലിറ്റീസ് എന്നല്ല, ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പം ആ ഒരു ജോബിനെ കുറിച്ചുള്ള ഓവറോൾ ഐഡിയ ആണ്. എന്നാൽ ജോബ് സ്പെസിഫിക്കേഷൻസ് എന്ന് പറയുമ്പം ആ ജോലി പെർഫോം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ആണ്. ദെൻ സെക്കൻഡ് വൺ പ്രിപ്പറേഷൻ ഓഫ് എ കംപ്ലീറ്റ് ആൻഡ് കറക്റ്റ് സ്പെസിഫിക്കേഷൻസ് ഈസ് ഡിഫിക്കൽട്ട്. ഇപ്പോൾ എന്താണ്, ഒരു ജോലി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അതിൻ്റെ ക്വാളിഫിക്കേഷൻസ് അതുപോലെ തന്നെ അതിൻ്റെ മറ്റുള്ള സ്പെസിഫിക്കേഷൻസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ ആ ഒരു ജോലിയിലേക്ക് ആവശ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻസും അതുപോലെ തന്നെ അതിനാവശ്യമായിട്ടുള്ള മറ്റുള്ള രീതിയിലുള്ള ഒരു വ്യക്തിക്ക് ആവശ്യമായിട്ടുള്ള മറ്റുള്ള എന്തെല്ലാം
സ്പെസിഫിക്കേഷൻസ് ഉണ്ടോ, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, ഒരു ലിസ്റ്റ് ഔട്ട് ചെയ്തുകൊണ്ട് തയ്യാറാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ചാൽ ആ ജോലിക്ക് ഓരോരുത്തരും ഓരോ സ്വഭാവമുള്ള ഗുണങ്ങളുള്ളതാവാം. പക്ഷേ ജോലിയുടെ കേസ് തന്നെ പല സ്വഭാവ ഗുണങ്ങളിലുള്ള ആളുകളെ ചിലപ്പോൾ നമുക്ക് ആവശ്യമുണ്ടാവാം. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ ഫൈനലൈസ് ചെയ്തുകൊണ്ട് നമുക്കൊരു കംപ്ലീറ്റ് സ്പെസിഫിക്കേഷൻസ് തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ടാണ്. എന്നാൽ ജോബ് ഡിസ്ക്രിപ്ഷൻ ഈസ് കമ്പാരിറ്റീവ്ലി ഈസി. അത് തയ്യാറാക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് ആ ഒരു ജോബിനെ കുറിച്ചുള്ള ഓവറോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഐഡിയ നമുക്ക് തയ്യാറാക്കാൻ വളരെ ഈസിയാണ് എന്നുള്ളതാണ് പറയുന്നത്. ദെൻ തേർഡ് വൺ, ഇറ്റ് ഹെൽപ്സ് ദി മാനേജ്മെൻറ്റ് ഇൻ സെലക്ടിങ് ദി റൈറ്റ് പേഴ്സണൽ. ഈ ഒരു ജോബ് സ്പെസിഫിക്കേഷൻസ് ആ ഒരു കമ്പനിയുടെ മാനേജ്മെൻറ്റിനെ എന്തിനും സഹായിക്കുന്നുണ്ട്, ഒരു ശരിയായ വ്യക്തിയെ ജോലിയിലേക്ക് പ്രവേശിക്കാൻ അല്ലെങ്കിൽ ജോലിയിലേക്ക് അപ്പോയിൻമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അവരെ മാനേജ്മെൻറ്റിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ജോബ് സ്പെസിഫിക്കേഷൻസ് സഹായിക്കുന്നുണ്ട്. എന്നാൽ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ്റെ കേസിൽ ഹെൽപ്സ് ദി കാൻഡിഡേറ്റ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദി റിക്വയർമെൻറ്റ്സ് ഓഫ് ജോബ്. ഒരു ജോബിനെ കുറിച്ചുള്ള ഓവറോൾ ആയിട്ടുള്ള ഐഡിയ അല്ലെങ്കിൽ ഓവറോൾ ആയിട്ടുള്ള ഡീറ്റെയിൽസ്, എന്തെല്ലാം കാര്യങ്ങൾ ഒരു ജോബിൽ ആ ഒരു ജോബ് പെർഫോം ചെയ്യാൻ ആവശ്യമുണ്ട് എന്നുള്ള കാര്യത്തിൽ ആ ഒരു കാൻഡിഡേറ്റിനെ എന്ത് സഹായിക്കുന്നു, ഈ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ സഹായിക്കുന്നു. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇവിടെ പ്രധാനമായിട്ടും പറയാനുള്ള ഡിഫറൻസസ്. ഇനിയും ഒരുപാട് ഡിഫറൻസസ് ഉണ്ടാവാം. അപ്പം അതൊക്കെ എന്ത് ചെയ്യാം, നിങ്ങളുടേതായിട്ടുള്ള ഐഡിയയിൽ നിങ്ങൾ പേപ്പറിലേക്ക് എഴുതുമ്പോൾ മാറ്റി എഴുതാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു ഭാഗത്ത് ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്തു, ജോബ് സ്പെസിഫിക്കേഷനും അതിൻ്റെ കണ്ടൻസും ദെൻ ജോബ് സ്പെസിഫിക്കേഷൻസ് ആൻഡ് ജോബ് ഡിസ്ക്രിപ്ഷൻ തമ്മിലുള്ള ഡിഫറൻസസും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഈ ഒരു ഭാഗം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു ജോബ് സ്പെസിഫിക്കേഷനും ജോബ് ഡിസ്ക്രിപ്ഷനും എന്നുള്ള ആ ഒരു ഏരിയ നമുക്കിവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇനി എന്തെങ്കിലും കാര്യത്തിൽ ആർക്കെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ചോദിക്കുക. നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത ഭാഗം നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിലൂടെ നമുക്ക് ചർച്ച ചെയ്യാം. എനിവേ, താങ്ക് യു.